16 ധനികന്റെ ബ്രഹ്മജ്ഞാനം. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. മഹാപ്രഭുവും ശാന്തിസ്വരൂപനും രാജാധിരാജനുമായ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും പ്രണാമം. ആ രാജാധിരാജന്റെ വെൺചാമരങ്ങൾ ഭക്തിയും സഹജസമാധിയുമാണ്. ശാന്തം, കരുണം എന്നീ ദണ്ഡധ്രുവങ്ങളാണ് അവിടുത്തെ സേവകർ ഏന്തിയിരിക്കുന്നത്. ഷഡ്രിപുക്കൾക്കും അവിടുത്തെ സമീപിക്കാനേ കഴിയില്ല. വേദങ്ങളും ഷഡ്ദർശനങ്ങളും പുരാണങ്ങളും അവിടുത്തെ സ്തുതിക്കുന്നു. ശുദ്ധജ്ഞാനത്തിന്റെ തേജസ്സാണ് ആ ശിരസിനു പുറകിൽ പ്രശോഭിക്കുന്നത്. വൈരാഗ്യം, ഭക്തി, ശുദ്ധജ്ഞാനം, ശ്രദ്ധ, മനനം, അനുസന്ധാനം, ധ്യാനം, ബ്രഹ്മജ്ഞാനം എന്നിവയാണ് സായി മഹാരാജിന്റെ മന്ത്രിസത്തമന്മാർ. വേദാന്തസാരമാണ് അവിടുത്തെ അമൃതമൊഴികൾ. സംസാരാജീവി തവൃക്ഷത്തെ ജ്ഞാനമാകുന്ന ഖഡ്ഗത്താൽ അറിഞ്ഞു താഴെയിടുന്ന അഗതികളുടെയും സാധുക്കളുടെയും രക്ഷയ്ക്കായി മാനവരൂപ പൂണ്ട മഹാപ്രഭോ വന്ദനം. വന്ദനം. സായി എന്തും സ്വീകരിക്കും. ചെറുതെന്നോ വലുതെന്നോ അവിടത്തേക്കു ഭേദമില്ല. പക്ഷേ ഭക്തൻ നൽകുന്നതിൽ അതെന്തായാലും ഏതായാലും എത്രയായാലും അതിൽ ഭക്തിയുടെ പ്രേമത്തിന്റെ മുദ്ര വേണം. അല്ലാത്തത് എന്തും എത്രയേറെയാണെങ്കിലും അവിടുന്ന് അവഗണിച്ച് തള്ളുകയേയുള്ളൂ. അതിനാൽ ബാബയെ ഏറ്റവും എളിമയോടെ വിനയത്തോടെ സേവിക്കുക. അതാണ് ശാന്തിയിലേക്കുള്ള സുഗമമായ പാത. സായീശ്വരനെപ്പോലുള്ള സദ്ഗുരുവിനെ എന്തിനോടുപമിക്കും? ചിന്താമണിയോടും കൽപ്പവൃക്ഷത്തോടും കാമധേനുവിനോടും ഉപമിക്കാനാവില്ല. ചിന്താമണി ഒരു രത്നമാണ്. അത് തൊടുന്നതെല്ലാം പൊന്നായി മാറും. പക്ഷെ അതിന് മറ്റൊരു ചിന്താമണിയെ സൃഷ്ടിക്കാനാവില്ല. എന്നാൽ സായീശ്വരന് അതിനു കഴിയും. കൽപ്പവൃക്ഷവും കാമധേനുവും നാം ആവശ്യപ്പെടുന്നതേ നൽകൂ. സായീശ്വരനാകട്ടെ നമുക്ക് ആവശ്യമുള്ളതാണ് നൽകുക. അങ്ങനെ അവിടുന്ന് നമ്മെ പരമമായ ആ ലക്ഷ്യത്തിലേക്ക്, ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഇതിലുമേറെ എന്തു വേണം? പലരും പല കാര്യങ്ങൾക്കാണ് സായിനാഥനെ സമീപിക്കാറ്. ചിലർക്ക് സന്താനം, ചിലർക്ക് ജോലി, ചിലർക്ക് ധനം, വിവാഹം എന്നിങ്ങനെ. പക്ഷെ ജ്ഞാനം തേടിവരുന്നവർ വളരെ വളരെ വിരളം. ഒരിക്കൽ വളരെ ധനികനായ ഒരാൾ സായി സന്നിധിയിലെത്തി. ഭൗതികമായി ഒന്നിന്റെയും കുറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ ധനികൻ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ഏറെ കേട്ടിരിക്കുന്നു. അത് നൽകുവാൻ ശക്തിയുള്ളവനാണ് ബാബ എന്നും മനസ്സിലാക്കി. ഇനി അതും കൂടി ലഭിച്ചാൽ തനിക്കെല്ലാം പൂർണ്ണമായല്ലോ എന്ന ചിന്തയായി ധനികന്. ധനികൻ തന്റെ അഭിലാഷം ഒരു സുഹൃത്തിനോട് പറഞ്ഞു. പക്ഷെ സുഹൃത്ത് പ്രതികരിച്ചതിങ്ങനെ: ബ്രഹ്മജ്ഞാനം കിട്ടുക അത്ര എളുപ്പമായ കാര്യമല്ല. താങ്കളെപ്പോലെ ധനം, പത്നി, വിഷയസുഖങ്ങൾ എന്നിവയിൽ അത്യാസക്തിയുള്ളവർക്ക് ബ്രഹ്മജ്ഞാനം വെളിപ്പെടുക അത്യന്തം ദുഷ്കരമാണ്. ആ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നന്ന്. ധനികൻ സ്നേഹിതന്റെ വാക്കുകൾ വകവച്ചില്ല. അദ്ദേഹം ഷിർദിയിലേക്ക് പുറപ്പെട്ടു. മസ്ജിദിലെത്തി. സായിപാദങ്ങളിൽ ശിരസ് സ്പർശിച്ചുകൊണ്ട് ബാബയോട് പറഞ്ഞു: ബാബാ, എനിക്ക് ബ്രഹ്മത്തെ അറിയണം. ആ ഒരാഗ്രഹമേ എനിക്കുള്ളൂ. ഷീർദിയിലെ ബാബ ഉടനടി ബ്രഹ്മദർശനം അനുഭവപ്പെടുത്തി കൊടുക്കുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും ദൂരെ നിന്ന് ഞാൻ വന്നതും അതുകൊണ്ടുതന്നെ. ബ്രഹ്മദർശനമുണ്ടായാൽ ഞാൻ കഷ്ടപ്പെട്ടിവിടെ വന്നത് നേട്ടമായി. അല്ലെങ്കിൽ എല്ലാം പാഴ്ചെലവായി മാറും. യാത്ര ചെയ്ത് ഞാൻ അത്രമാത്രം ക്ഷീണിതനായിരിക്കുന്നു. ധനികന്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മജ്ഞാനിയായ ബാബ ഗൂഢമായി മന്ദഹസിച്ചു. പിന്നെ അരുളി: വിഷമിക്കാതിരിക്കൂ. ബാബ തുടർന്നു: ഇവിടെ കടം പറയുന്ന പതിവേയില്ല. എല്ലാം രൊക്കത്തിനാണ്. ഞാൻ ബ്രഹ്മത്തെ കാണിച്ചു തരാം. മാത്രമല്ല, ഇവിടെ വരുന്നവരിൽ ഏറെ പേരും ധനം, ജോലി, പദവി, വിവാഹം, രോഗശമനം, ആരോഗ്യം, കീർത്തി എന്നീ ലൗകിക ആവശ്യങ്ങളുമായിട്ടാണ്. താങ്കളെപ്പോലെ ബ്രഹ്മജിജ്ഞാസയുള്ളവർ അത്യപൂർവം. എനിക്ക് വലിയ സന്തോഷമായി. ബ്രഹ്മാന്വേഷികളെ കണ്ടെത്തുന്നത് തന്നെ പുണ്യകർമ്മമാണ്. സൂര്യനും ചന്ദ്രനും കൃത്യമായി ഉദയാസ്തമയങ്ങളിൽ ഏർപ്പെടുന്നത് ആ ബ്രഹ്മത്തെ ധ്യേയമാണ്. അതുകൊണ്ട് വിവേകിയായവൻ ശരീരം നശിക്കും മുമ്പേ ബ്രഹ്മത്തെ നേടുന്നു. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ജനനമരണചക്രത്തിൽപ്പെട്ട് ഉഴലേണ്ടിവരും. സായീശ്വരൻ തുടർന്നരുളി: ഞാനിതാ ഇപ്പോൾ തന്നെ ബ്രഹ്മത്തെ കാണിച്ചുതരാം. ബാബ ധനികനെ അവിടെ ഇരുത്തി. ധനികന്റെ ശ്രദ്ധ മാറ്റാനായി ബാബ ഒരു കുട്ടിയെ വിളിച്ചു പറഞ്ഞു: നീ വേഗം നന്ദുമാർവാടിയുടെ അടുത്തേക്ക് പോകൂ. അവിടെ ചെന്ന് ബാബയ്ക്ക് 5 രൂപ കടം വാങ്ങിക്കൊണ്ടുവരിക. കുട്ടി പോയി. പക്ഷേ അവൻ ഉടൻ തന്നെ മടങ്ങിവന്ന് നന്ദു മാർവാടിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. ബാബ ഉടൻ ബാലനോട് പലചരക്ക് കടക്കാരൻ ബാലയെ കണ്ട് 5 രൂപ കടം വാങ്ങിവരാൻ നിർദ്ദേശിച്ചു. കുട്ടി പിന്നെയും പോയി. പണം കിട്ടാതെ മടങ്ങിവന്നു. പിന്നെയും 2-3 സ്ഥലത്തുകൂടി ഇതേ ആവശ്യത്തിന് ബാബ അവനെ അയച്ചു. ഒരിടത്തുനിന്നും പണം കിട്ടിയില്ല. സത്യത്തിൽ നന്ദുവോ ബാലനോ ബാബ നിർദ്ദേശിച്ചവരാരും തന്നെ ഷീർദിയിലില്ല.
സർവേശ്വരനായ ബാബയ്ക്ക് 5 രൂപയ്ക്ക് എന്തു വിഷമം? ഈ ചെയ്തതെല്ലാം ധനികനുള്ള പാഠമായിരുന്നു. അദ്ദേഹത്തിനു മാത്രമല്ല, നമുക്കും അതിഥിക്കുവേണ്ടി ഗൃഹത്തിലൊരുക്കുന്ന വിശിഷ്ടാഹാരം ഗൃഹത്തിലുള്ളവർക്കും ലഭിക്കുമല്ലോ. അതുപോലെ ധനികന്റെ കീശയിൽ അപ്പോൾ 250-ൽ അധികം രൂപയുള്ള വിവരം ബാബയ്ക്കറിയാം. അതുകൊണ്ടുതന്നെയാണ് അയാളോട് ചോദിക്കാതെ കുട്ടിയെ കടം വാങ്ങാനായി പറഞ്ഞയച്ചത്. ബാബ പണത്തിന് ക്ലേശിക്കുന്നു, 5 രൂപ കടം കൊടുത്തേക്കാം എന്നദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ. ഇങ്ങനെ പണത്തോട് ആർത്തിയുള്ള ഒരാൾക്ക് എങ്ങനെ ബ്രഹ്മത്തെ അറിയാനാവും? നിസ്സാരമായൊരു തുക, അതും കടമായി. അതിനുപോലും അദ്ദേഹത്തിന് ക്ലേശം. ത്യാഗം കൊണ്ടേ അമൃതത്വം ലഭിക്കൂ. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ ബ്രഹ്മജ്ഞാനം ലഭിക്കും? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിധിയാണ് ബ്രഹ്മജ്ഞാനം. അതിനായി 5 രൂപ പോലും കൊടുക്കാൻ വയ്യാത്തയാൾക്ക് എങ്ങനെ അത് സ്വന്തമാക്കാനാകും? സായിയോട്, തന്റെ ഗുരുവിനോട് യഥാർത്ഥ ഭക്തിയുള്ള ഒരുവൻ അവിടുന്ന് 5 രൂപയ്ക്ക് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് മൗനം പൂണ്ടിരിക്കാനാകുമോ? അതിന് കഴിയുമോ? അത് സഹിക്കാനാകുമോ? ഈ രംഗം അരങ്ങേറുമ്പോൾ മൗനമായിരിക്കാനുള്ള ക്ഷമ പോലും ധനികനുണ്ടായിരുന്നില്ല. അദ്ദേഹം തിരിച്ചുപോകാനുള്ള തിടുക്കത്തിലായിരുന്നു. അക്ഷമയോടെ അദ്ദേഹം ആവശ്യപ്പെട്ടു, ബാബ, എനിക്ക് ഉടൻ തന്നെ ബ്രഹ്മജ്ഞാനം നൽകിയാലും ഞാൻ പോകട്ടെ? ധനികനോട് ബാബ ചോദിച്ചു, ഇതുവരെ നിനക്ക് ബ്രഹ്മജ്ഞാനം നൽകാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. അത് മനസ്സിലായില്ലേ? ആ മഹത്തായ ജ്ഞാനം വെറുതെ ലഭിക്കില്ല. അതിനായി നീ നിന്നെ തന്നെ ഗുരുവിന് കൊടുക്കണം. അതായത് നിന്റെ സമസ്തവും പഞ്ചപ്രാണനും ഇന്ദ്രിയങ്ങളും അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്നിവയും സമർപ്പിക്കണം. പരിപൂർണ വിരക്തനും എന്തിലും ഏതിലും മനസ്സളകാത്തവനുമായ ഒരുവനെ ബ്രഹ്മജ്ഞാനം നേടാനാകൂ. ഉത്തമമായ ആധ്യാത്മിക സംസ്കാരമുള്ളയാൾ പെട്ടെന്ന് അത് നേടുന്നു. അല്ലാത്തവർ അതിനായി ശാസ്ത്രങ്ങൾ തെളിച്ച വഴിയിലൂടെ സാവധാനം മുന്നേറണം. ചിലർ പക്ഷിയെപ്പോലെ പറന്ന് പെട്ടെന്ന് ഈ ലക്ഷ്യത്തിലെത്തും. ചിലരാകട്ടെ പടിപടിയായി കയറി അവിടെ ചെല്ലും. പക്ഷെ ആധ്യാത്മിക ഭാവം ഒട്ടുമില്ലാത്ത ഒരാൾ ബ്രഹ്മജ്ഞാനത്തിന് ശ്രമിക്കുന്നത് പാഴ്വേലയാണ്. ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടത് സത്യത്തെയും മിഥ്യയെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ജ്ഞാനമാണ്. വേദാന്തം നിർദ്ദേശിച്ച ഈ ജ്ഞാനം എല്ലാവർക്കും സാധിക്കുമോ? തീവ്രസാധന, ഗുരുകൃപ ഇതുകൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഞാൻ ആരാണ്? ഞാൻ സർവ്വവ്യാപിയായ ബ്രഹ്മമാകുന്നു. ഈ സത്യം എപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുവോ ആ നിമിഷം മായ അകലും. പിന്നെ ഇക്കാണായ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മം തന്നെയെന്നവന് ബോധ്യമാകും. അതോടെ സകല വിഭ്രാന്തിയും നശിക്കും. ഇരുട്ടിൽ കയർ കണ്ടാൽ പാമ്പെന്ന് കരുതും. മുത്തുച്ചിപ്പിയിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ വെള്ളിയെന്ന് തോന്നും. പക്ഷേ സൂക്ഷ്മപരിശോധനയിൽ അത് പാമ്പും വെള്ളിയുമല്ല, കയറും മുത്തുച്ചിപ്പിയുമാണെന്ന് നമുക്ക് ബോധ്യമാകുന്നു. അതോടെ അതുവരെ മനസ്സിലുണ്ടായിരുന്ന പാമ്പും വെള്ളിയും എന്നേക്കുമായി മറഞ്ഞുപോയി. ഇതിനാണ് മായ അകലുക എന്ന് വിവക്ഷിക്കുന്നത്. ജനനവും മരണവും നമ്മെ എത്രയോ ജന്മങ്ങളായി പിന്തുടരുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടേണ്ടേ? അതിനായി ആദ്യം വേണ്ടത് ഞാൻ കെട്ടുപാടിലാണ് എന്ന അറിവും എനിക്ക് സ്വതന്ത്രനാകണം എന്ന ആഗ്രഹവുമാണ്. തികഞ്ഞ ജ്ഞാനിക്കും പരിപൂർണജ്ഞാനിക്കും ഇതിന്റെ ആവശ്യമില്ല. ശരീരത്തെ ആത്മാവായി നനയ്ക്കുകയും താനും ഇക്കാണുന്നതുമെല്ലാം വിഭിന്നമാണെന്ന് കരുതുകയും ചെയ്യരുത്. കാരണം ഈ ധാരണയോടെ എത്ര കഠിനമായി ശ്രമിച്ചാലും ആത്മജ്ഞാനം ലഭിക്കില്ല. ആത്മജ്ഞാനത്തിനായി ഇന്ദ്രിയങ്ങളെ, നാവിനെ സംസാരം നിയന്ത്രിക്കുക, മനസ്സ് ദൃഢമാക്കുക. മനസ്സിന്റെ തോന്നിയതുപോലുള്ള പോക്കിനെ കീഴടക്കണം. ബുദ്ധിയെ മുറുകെ പിടിക്കുക. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കേണ്ടത് ബുദ്ധിയായിരിക്കണം. മൺകുടം ഉണ്ടാകുന്നതിനു മുമ്പ് അത് കളിമണ്ണായിരുന്നു. അതായത് കുടത്തിന്റെ ഉറവിടം കളിമണ്ണ്. കുടമുടഞ്ഞാലും കളിമണ്ണ് ശേഷിക്കും. അതുപോലെയാണ് ബുദ്ധിയും. ഇന്ദ്രിയങ്ങളിലും മനസ്സിലും എല്ലാം ഉള്ളത് ബുദ്ധി തന്നെയാണ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈ ബുദ്ധിയെ സർവ്വവ്യാപിയായ ഈശ്വരനുമായി ദിവ്യബോധ്യമായി ലയിപ്പിക്കണം. അതിനു കഴിഞ്ഞാൽ ആത്മസ്വരൂപം ബോധ്യമാകും. പിന്നെ മായ ബാധിക്കുകയില്ല. കയറിനെ പാമ്പായി തോന്നിയതും മരുഭൂമിയിലെ മരീചികയും എല്ലാമെല്ലാം അപ്രത്യക്ഷമാകും. അതുകൊണ്ട് നിർഗുണനായ, അജനായ, നിത്യനായ ആത്മാവിനെയാണ് അറിയേണ്ടത്. എന്തിനും ഏതിനുമൊരു കാരണമുണ്ടാകും. എന്നാൽ ആത്മാവിന് ഒരു കാരണമില്ല. അത് സ്വയം നിലനിൽക്കുന്നു. അത് അനാദിയും അതേസമയം എപ്പോഴും പുതുമയാർന്നതുമാണ്. ബുദ്ധികൊണ്ടിതിനെ പിടിക്കാനാവില്ല. കാരണം അത് ബുദ്ധിക്ക് അതീതമാണ്. ഈ ആത്മാവിന്റെ ശബ്ദസ്വരൂപമാണ് ഓം, അതായത് പ്രണവം. നിത്യമായ ബ്രഹ്മത്തെ, അതിന്റെ ശബ്ദസ്വരൂപമായ ഓംകാരത്തെ നിത്യവും ധ്യാനിക്കുക, ആരാധിക്കുക. സമസ്ത വേദാന്തസാരവും പ്രണവമാകുന്നു. ഈ ഓംകാരത്തെ ധ്യാനിക്കുക, സാക്ഷാത്കരിക്കുക അത്ര എളുപ്പമല്ല. പക്ഷെ ഗുരുകൃപയുണ്ടെങ്കിൽ അത് വളരെ സുഗമമാകും. താപത്രയത്താൽ വലയുന്ന ജീവന് ആ മഹാഭാഗ്യം നൽകുവാൻ കൃപാസാഗരങ്ങളായ ഋഷിമാർക്ക് കഴിയും. അപ്പോൾ ശാസ്ത്രവചനങ്ങളും ഋഷിശാസനങ്ങളും സത്യമെന്ന് സാധകന് ബോധ്യപ്പെടും.
അതോടെ കർമ്മം ചെയ്യാനുള്ള വാസന ക്ഷയിക്കുകയായി. ഹൃദയത്തിൽ അജ്ഞാനമൊഴിയും. മനം ബ്രഹ്മത്തിന്റെ നിർഗുണഭാവത്തിലേക്ക് ഉയരും. എന്താണ് ആത്മാവ്? അത് ചെറുതിനേക്കാൾ ഏറ്റവും ചെറുതും വലുതിനേക്കാൾ ഏറ്റവും വലിയതുമാണ്. പ്രകാശരശ്മിയേക്കാൾ സൂക്ഷ്മതമായതിനേക്കാൾ സൂക്ഷ്മമാണ്. ചുരുക്കിപ്പറഞ്ഞാൽ ആത്മാവിനെ വാക്കുകളാൽ വെളിപ്പെടുത്താനാകില്ല. പിന്നെ ഈ പറയുന്നതെല്ലാം സൂചനകൾ മാത്രം. മനുഷ്യജന്മത്തിന്റെ പരമലക്ഷ്യം ഈ ബ്രഹ്മവുമായി ഏകീഭവിക്കുകയാണ്. ആത്മചിന്തയിൽ നിന്നും അകലുന്നവൻ വിഷയസുഖങ്ങളുടെ പടുകുഴിയിൽ ചെന്നുചാടും. പക്ഷെ ഒരിക്കലെങ്കിലും ആത്മാവിൽ ദൃഢമായി മനസ്സുറച്ചാൽ വിഷയസുഖങ്ങൾ നിസ്സാരമായി തോന്നും. അത് അവനിൽ നിന്ന് അകലെയാകും. ഒരാഗ്രഹവുമില്ലാത്ത പരലോകങ്ങളിലൊന്നും ആഗ്രഹിക്കാത്ത ഒരുവനാണ് ആത്മസാക്ഷാത്കാരത്തിന് അർഹത. ഈ ശരീരം നീർക്കുമുള പോലെയാണ്. ഇതിനെ താലോലിച്ച് സമയം കളയാതെ കിട്ടിയ സമയം കൊണ്ട് ആത്മാവിനെ അറിയാൻ യത്നിക്കുക. ആത്മാവിനെ അറിഞ്ഞവൻ നിർഭയനാണ്. എല്ലാം താനാണെന്നറിയുന്നവന് എന്തു ദുഃഖം? എന്താണവൻ നേടാനുള്ളത്? ആരെയണവൻ ഭയക്കുക? അഹങ്കാരം ലേശമെങ്കിലും ഉണ്ടെങ്കിൽ, ആഗ്രഹം കണിക പോലും അവശേഷിക്കുന്നുവെങ്കിൽ അവനിൽ ബ്രഹ്മജ്ഞാനമുദിക്കില്ല. വിഷയസുഖങ്ങളെ പെരുപ്പിക്കുന്ന സ്മരണ ഉപേക്ഷിക്കൂ. അവയെ പ്രചോദിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കൂ. ആദ്യം ഹൃദയം ശുദ്ധമാകട്ടെ. ബുദ്ധി സൂക്ഷ്മവും തീക്ഷ്ണവുമാകട്ടെ. അപ്പോൾ ആത്മാവ് സുകൃപയാൽ സ്വയം വെളിപ്പെടുത്തും. ആത്മാവ് നിത്യൻ, ജന്മരഹിതൻ, മരണാതീതൻ. അതറിഞ്ഞവൻ സുഖി. അവനാണ് ധീരൻ, നിർഭയൻ, നിത്യമുക്തൻ. വേദേതിഹാസങ്ങളോ പാണ്ഡിത്യമോ വാചകക്കസർത്തോ ബ്രഹ്മത്തെ നേടിത്തരില്ല. ബ്രഹ്മജ്ഞാനത്തിനുള്ള മോഹമല്ലാതെ മറ്റൊരു മോഹമില്ലാതിരിക്കെ ആ അവസ്ഥയിൽ മാത്രമേ അത് സ്വയം വെളിപ്പെടുത്തൂ. പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായി ഗുരുപാദങ്ങളിൽ സ്വയം സമർപ്പിച്ചവനെ ഈ അറിവിന് യോഗ്യത നേടുന്നുള്ളൂ. ഈശ്വരകഥകൾ കേൾക്കുമ്പോൾ, പാടുമ്പോൾ ആരാധനാവേളയിൽ തന്നുള്ളിൽ തന്നെയാണ് ഈശ്വരൻ, അഹം ബ്രഹ്മാസ്മി എന്ന ഭാവം ഉണ്ടാകണം. സമസ്ത ജീവരാശികളിലും ഈശ്വര ചൈതന്യമാണ് കുടികൊള്ളുന്നതെന്ന അറിവ് ആരുടെ മനസ്സിലാണോ ഉറച്ചിട്ടുള്ളത് അവനാണ് മഹാത്മാവ്. എന്തൊക്കെയായാലും എത്രയേറെ പരിശ്രമിച്ചാലും സദ്ഗുരു കൃപയില്ലാതെ സാക്ഷാത്കാരം അസാധ്യം. ധനതൃഷ്ണയുള്ളവന് ലോകാവസാനത്തിൽ പോലും ഈ ജ്ഞാനം ലഭിക്കില്ല. വേദാന്തികൾ ഈ ബ്രഹ്മത്തെ സത്യം, ജ്ഞാനം, അനന്തം എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ സായീശ്വരന്റെ തൃച്ചരണങ്ങളിൽ നമസ്കരിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കും പോലെ ഇനിയും കഥ പറയാം. 16-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.